ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തം വീണ്ടും വാർത്തകളിൽ നിറയുന്നു. അഹമ്മദാബാദിൽ ജൂൺ 12-നാണ് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത്. വിമാനം പൈലറ്റ് മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തിയതാവാമെന്ന ആരോപണവുമായാണ് വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. NDTVക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വ്യോമയാന വിദഗ്ധൻ ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പിറ്റ് ഓഡിയോയുടെയും ക്രമം ചൂണ്ടിക്കാണിച്ചാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ആത്മഹത്യ പോലും ഇക്കാര്യത്തിൽ സംശയിക്കാമെന്നും മോഹൻ രംഗനാഥൻ പറയുന്നു. പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു മോഹൻ രംഗനാഥിൻ്റെ മറുപടി. അങ്ങനെ സംഭവിക്കാനേ തരമുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. ഇത് സ്വമേധയാ ചെയ്തതായിരിക്കണം. ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരത്തിലുള്ളതല്ല. അതിനാൽ ഓട്ടോമാറ്റിക്കായോ വൈദ്യുതി തകരാർ മൂലമോ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കില്ല. ഒരു പ്രത്യേക സ്ലോട്ടിൽ തുടരുന്ന തരത്തിലാണ് ഇന്ധന സ്വിച്ചുകളുടെ രൂപകൽപ്പന. സ്വിച്ച് വലിച്ചുയർത്തി വേണം അവ മുകളിലേക്കോ താഴേക്കോ നീക്കാൻ. അതിനാൽ അബദ്ധവശാൽ അവയെ ഓഫ് പൊസിഷനിലേക്ക് മാറ്റാനുള്ള സാധ്യതയില്ല. മാനുവലായി മനഃപൂർവ്വം ഓഫാക്കിയതാണെന്നും മോഹൻ രംഗനാഥൻ പറഞ്ഞു. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ശനിയാഴ്ച രാവിലെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 15 പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് വന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. പൈലറ്റുമാരുടെ സംഭാഷണം കേന്ദ്രീകരിച്ചാവും അന്വേഷണം പ്രധാനമായി ഇനി നടത്തുക. എന്തിനാണ് എഞ്ചിനുകളിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നായിരുന്നു രണ്ടാമത്തെ പൈലറ്റ് മറുപടി നൽകുന്നത്. ഈ സംഭാഷണങ്ങൾ വിമാന ദുരന്തത്തിലേക്ക് നയിച്ച കാരണം മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വിമാനത്തിൻ്റെ സ്വിച്ചുകൾ എന്തുകൊണ്ടാണ് ഓഫ് ചെയ്തത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വിമാന ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടേക്ക് ഓഫിന് മുമ്പ് 2 എഞ്ചിനുകളും ശരിയായി പ്രവർത്തിച്ചിരുന്നു. എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന 2 സ്വിച്ചുകളുണ്ട്. ഇവ റൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ മാനുവലായി ചെയ്യണം. ഇടതുവശത്താണ് ഒന്നാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച്, വലതുവശത്ത് രണ്ടാമത്തെ എഞ്ചിൻ്റെ സ്വിച്ച്. സ്വിച്ചുകൾ ഓഫാക്കി. ഇതോടെ വിമാനത്തിന് മുന്നോട്ട് പോകാനുള്ള തള്ളൽ നഷ്ടപ്പെട്ടു. 10 സെക്കൻഡുകൾ കഴിഞ്ഞ് ഒന്നാം എഞ്ചിൻ്റെയും 4 സെക്കൻഡുകൾ കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിൻ്റെയും ഇന്ധന പ്രവാഹം വീണ്ടും തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും കുതിച്ചുയരാനാവാതെ വിമാനം തകർന്നു വീണു. എന്തുകൊണ്ടാണ് സ്വിച്ചുകൾ ഓഫാക്കിയത്? ആരാണത് ചെയ്തത്? നിർണായകമായ ചോദ്യങ്ങളാണിവ. ഉത്തരം കിട്ടേണ്ട നിർണായകമായ ചോദ്യങ്ങളാണിവ. ഓഫായ എഞ്ചിനെ ഓണാക്കിയ ശേഷം പ്രവർത്തിച്ചു തുടങ്ങാൻ പിന്നെയും 2 മിനിറ്റിലേറെ വേണ്ടിവരും. പറന്നുയർന്ന് സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന സ്വിച്ച് ഓഫ് ആയതായി റിപ്പോർട്ടിൽ പറയുന്നു. ആരാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്ന ശബ്ദരേഖ അന്വേഷണത്തിൽ ലഭിച്ചതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റാം എയർ ടർബൈൻ അഥവാ റാറ്റ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ പുറത്തെത്തി. എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം. റാറ്റ് പുറത്തു വന്നതായി CCTV ദൃശ്യങ്ങളിലുണ്ട്. ഇതാണ് തുടക്കം മുതൽ തന്നെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി എന്ന നിഗമനത്തിലെത്താൻ കാരണം. 2 എഞ്ചിനുകളും വീണ്ടും പ്രവർത്തിപ്പിക്കാൻ പൈലറ്റുമാർ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ എഞ്ചിൻ ഭാഗികമായി പ്രവർത്തിച്ചു. രണ്ടാമത്തെ എഞ്ചിനുകൾ പ്രവർത്തിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. വിമാനത്തെ നിയന്ത്രിക്കുന്ന ചിറകിലെ ഫ്ലാപ്പുകൾ ശരിയായ ദിശയിലായിരുന്നു. പൈലറ്റുമാർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അട്ടിമറിക്ക് പ്രാഥമിക തെളിവുകളിൽ നിന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജൂലൈ 12-നാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു.